മുല്ലപ്പെരിയാറിൽ പുതിയ മേൽനോട്ട സമിതി രൂപീകരിച്ച് കേന്ദ്രം. അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കാനാണ് പുതിയ മേൽനോട്ട സമിതി രൂപീകരിച്ചത്. ദേശീയ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ചെയർമാനാണ് പുതിയ മേൽനോട്ട സമിതിയുടെ അധ്യക്ഷൻ. സ്വാതി ചേരുന്നു. സ്വാതി, വിശദാംശങ്ങൾ. ഷമി, മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് ഇപ്പോൾ കൈമാറിയിട്ടുള്ളത്. ഈ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കാൻ പുതിയ ഒരു മേൽനോട്ട സമിതിയും കേന്ദ്രം രൂപീകരിച്ചിട്ടുണ്ട്. ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ ചെയർമാനാണ് ഈ സമിതിയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കുക. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഡാം സുരക്ഷാ അതോറിറ്റി കൈമാറുമെന്ന് നേരത്തെ കേന്ദ്ര ജല കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡാം സുരക്ഷാ അതോറിറ്റിക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ കാര്യങ്ങൾ കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് കേന്ദ്ര ജലശക്തി മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി പിരിച്ചുവിടുകയും പുതിയ മേൽനോട്ട സമിതിക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. നേരത്തെ മേൽനോട്ട സമിതിയുടെ അധ്യക്ഷൻ ജല കമ്മീഷന്റെ ചെയർമാനായിരുന്നു. ദേശീയ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ചെയർമാനായിരിക്കും പുതിയ മേൽനോട്ട സമിതിയുടെ അധ്യക്ഷൻ എന്നാണ് ഇപ്പോൾ ജലശക്തി മന്ത്രാലയം ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഈ മേൽനോട്ട സമിതിയിൽ 7 അംഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും തമിഴ്നാട്ടിലെ കാവേരി സെല്ലിന്റെ ചെയർമാനും കേരളത്തിന്റെ ഇറിഗേഷൻ വകുപ്പ് ചെയർമാനും അംഗമായിരിക്കും. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സെന്റർ ഫോർ എക്സലൻസിലെ ഒരു അംഗത്തിനെയും ഈ മേൽനോട്ട സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷമി. സ്വാതിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.